നമസ്കാരം. എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ദിവസത്തെ എൻ്റെ പാചകവും വീട്ടുവിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി ഞാൻ കാണിക്കാറില്ലേ, എൻ്റെ പഴയ വീഡിയോയ്ക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പം സുന്ദരി എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ സുന്ദരിമണി. പിന്നെ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ തിരുമിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ഞാൻ നിങ്ങളെ എപ്പോഴും കാണിക്കാറുള്ളതാണ്, വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെ നമുക്കിന്ന് ചോറ് തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഐസ് ക്യൂബ്സ് എടുത്ത് ഞാനിങ്ങനെ ഗ്ലാസ്സിനകത്തേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അവിടെ കുറച്ച് നേരം മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ അത് കുടിക്കാൻ രീതിയിൽ തണുപ്പാവുമല്ലോ. അപ്പോൾ നമുക്കെടുത്ത് കുടിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കിനും എൻ്റെ ജോലിയൊക്കെ ഒരുവിധം ഒന്ന് സെറ്റാവുകയും ചെയ്യും. അപ്പം ചോറ് തിളപ്പിച്ചൂറ്റാനുള്ള വെള്ളമാണ് അവിടെ അടുപ്പിൽ വെച്ചേക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തുനിന്ന് വെച്ചാൽ നമുക്ക് മീൻകറി വെക്കണം. അതിനായിട്ട് ഞാൻ മുളക് പൊടി, നമ്മുടെ പൊടികളെല്ലാം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും, മീൻകറിക്ക് ചേരുന്ന പൊടികളെല്ലാം ചൂടാക്കി ഒന്ന് തേങ്ങ അരച്ച് കറി വെക്കാനാണ്. അപ്പോൾ അങ്ങനെ പൊടികൾ ചൂടാക്കി കറി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയാലും പിറ്റേന്നായാലും കേടാവാതിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ മീൻകറി അടുപ്പിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കുടിക്കാനുള്ള പാകത്തിലുള്ള ചൂടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കുകയാണ്. എൻ്റെ സുന്ദരി എൻ്റെ പുറകെ നടക്കുകയാണ്. അവൾ വന്ന് എൻ്റെ സ്റ്റാൻഡിലും എല്ലാം തട്ടി. ഞാൻ കരുതി ഇപ്പോൾ ഫോണും എല്ലാം കൂടെ മറിഞ്ഞ് എൻ്റെ വീഡിയോ കുളമായെന്ന്. അവളെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കണം, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. ഇതിനാണ് വഴക്കും മൊത്തവും. ഇപ്പൊ എൻ്റെ ഫോണും എല്ലാം കൂടെ തട്ടിയിട്ടേനെ അവളെ. പറഞ്ഞിരിക്കാതെ നമ്മുടെ വെള്ളം എല്ലാം കുടിച്ച് തീർക്കാമെന്ന് കരുതി. അപ്പോഴത്തേനും നമ്മുടെ ചോറും തിളപ്പിച്ചുറ്റാനുള്ളതാവും. ഈ വെള്ളം കൂടിയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് ഞാൻ കുറേ നാൾ കൊണ്ട് നിർത്തി വെച്ചേക്കുവാണ്. കാരണം വീട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മരണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കിതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അതുതന്നെയല്ല, നമ്മൾ സ്വന്തം വീട്ടിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ പഴയ രീതിയിലേക്ക് മാറും. ഞാനങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ണോപ്പ പാത്രത്തിനകത്തൊക്കെ ഒഴിച്ച് വെക്കാവുന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോകുമല്ലോ. പിന്നെ നമ്മുടെ മീൻകറി താണ്ടേ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. വെണ്ടയ്ക്കായും വഴുതനങ്ങായും പിന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ മുണക്ക് നമ്മൾ മെഴുക്ക് വരട്ടി വെക്കാൻ ചെയ്യുന്ന പോലെ തന്നെ പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങാ കഷ്ണങ്ങൾ ഇടുന്നെങ്കിൽ ഇടാം. ഞാനങ്ങ് ഒരു രുചിക്ക് വേണ്ടിയും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഇട്ടതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ തട്ടിയിട്ട് ഒന്ന് ഇളക്കി ഉപ്പും ഇട്ട് മൂടി കുറച്ച് നേരം അങ്ങനെ ചെറിയ തീയിലിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ മെഴുക്ക് വരട്ടി റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മൾ ചോറ് നന്നായിട്ട് വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്ന് നീര് വറ്റിക്കാനായിട്ട് എടുത്ത് കേട്ടോ. ഇത് അവൾക്ക് കൊടുക്കാനുള്ള മീൻതല വേവിച്ചതാണേ. പച്ചയ്ക്ക് കൊടുക്കത്തില്ല, രോമം എല്ലാം കുഴിഞ്ഞു പോകുമെന്നിങ്ങനെ ഇതേമാതിരി പൂച്ചകളെ വളർത്തുന്ന ആളുകൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് മീൻതലയൊക്കെ നന്നായിട്ട് മഞ്ഞളിട്ട് വേവിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേനും നമുക്ക് നേരം നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു. നേരം നന്നായിട്ട് വെളുത്തെന്ന് കരുതി നമ്മുടെ വീട്ടിൽ ആരും എണ്ണീറ്റിട്ടില്ല. പാർത്തമ്മോനും അണ്ണനും ഒക്കെ നല്ല ഉറക്കമാണ്. ഇനി അവരെ രണ്ടുപേരും പോയി പൊക്കണം എന്നുണ്ട്. പാർത്തം പിന്നെ ഇപ്പോൾ സ്കൂളടവായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വിളിക്കാറില്ല രാവിലെ ഒന്നും. ഇപ്പം തന്നെ 6 മണി ഏതാണ്ട് സമയമായതേ ഉള്ളൂ. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ രാത്രി പോലും വെളുപ്പിനെ ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് എണീക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ ശല്യം ചെയ്യാത്തത് കേട്ടോ. പിന്നെ നമുക്ക് ചോറും പാത്രവും, അണ്ണന് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറും പാത്രവും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഴുക്ക് വരട്ടിയും ഒരു കുഞ്ഞു മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ തീയലുണ്ട്, മീൻകറിയുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാപ്പിക്ക് എടുത്തില്ല കേട്ടോ. കാരണം ഇന്ന് എല്ലാവർക്കും പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ കാപ്പിക്ക് എടുത്തില്ല. വെറുതെ പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞെടുത്ത് കാപ്പിക്ക് എടുത്ത് കഴിയുമ്പോൾ അതെല്ലാം വേസ്റ്റ് ആവത്തില്ലേ. അതുകൊണ്ട് ഞാനങ്ങനെ കാപ്പിക്കായിട്ട് എടുത്തില്ല. നമ്മൾ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര സിമ്പിളാണല്ലോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. പക്ഷേ ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അതും വെച്ച് കഷ്ടപ്പെടുന്ന എനിക്കും എൻ്റെ ഫോണിന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. കരിഞ്ഞു പോയ കറി, തട്ടിമറിഞ്ഞ് വീണ പാത്രം, ഇതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ബിഹൈൻഡ് ദ സീനാണ്.
എന്തായാലും കണ്ടു മടുത്തില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അല്ലെങ്കിൽ നാളെ സ്വപ്നത്തിൽ വന്ന് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത കുറച്ച് വിശേഷങ്ങളുമായി ഡയറിയുടെ അടുത്ത പേജിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.